ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരുപാട് ആളുകൾ IVF എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷവും ഇഞ്ചെക്ഷൻസ് എടുക്കണം എന്ന് പറയുമ്പോൾ ഒരുപാട് ടെൻഷൻ ആവാറുണ്ട്. പ്രൊജസ്ട്രോൺ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം അത്യാവശ്യമാണോ എന്ന് ചോദിക്കുന്നവർ വരെയുണ്ട്. പ്രൊജസ്ട്രോൺ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം അത്യാവശ്യമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നും പ്രൊജസ്ട്രോൺ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നതെന്നും എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം പ്രൊജസ്ട്രോണിൻ്റെ റോൾ എന്താണെന്നും പ്രൊജസ്ട്രോൺ ശരീരത്ത് എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം എത്തിയില്ല എങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നും ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് എന്ന് തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ നിങ്ങൾ ആരും മറക്കല്ലേ. അപ്പോൾ ഒട്ടും ഡിലേ ഇല്ലാതെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. നോർമലി പ്രഗ്നൻ്റ് ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ആദ്യം പറയാം. ഒരു ഡോമിനൻറ്റ് ഫോളിക്കിൾ കാണും. അത് റപ്ചറായി എഗ്ഗ് ട്യൂബിൽ വന്ന് ഫെർട്ടിലൈസേഷൻ സംഭവിക്കുമ്പോൾ റപ്ചറായ ഫോളിക്കിൾ ഒരു സിസ്റ്റ് ഫോം ചെയ്യും. അതിനെ നമ്മൾ കോർപ്പസ് ലൂട്ടിയൽ സിസ്റ്റ് എന്നാണ് പറയുന്നത്. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് എംബ്രിയോ യൂട്രസിൽ ഇംപ്ലാന്റ് ആകുമ്പോൾ കോർപ്പസ് ലൂട്ടിയൽ സിസ്റ്റിൽ നിന്നും ഇംപ്ലാന്റേഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊജസ്ട്രോൺ ഹോർമോൺ സെക്രീറ്റ് ചെയ്യും. പ്രൊജസ്ട്രോൺ എംബ്രിയോ ഇംപ്ലാന്റേഷന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോർമോൺ ആണ്. പ്രൊജസ്ട്രോൺ ഡെഫിഷ്യൻസി ഉണ്ടായാൽ അബോർഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ബ്ലീഡിംഗ് ഉണ്ടാവും, യൂട്രസിൽ ക്രാംസ് ഉണ്ടാവും, അബ്ഡോമിനൽ പെയിനും ഉണ്ടാവും. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളിയിൽ നിന്ന് പ്രൊജസ്ട്രോൺ കൊടുക്കുന്നത്. നമ്മൾ IVF ചെയ്യുമ്പോൾ എഗ്ഗിനെയും സ്പേമിനെയും വെളിയിലെടുത്ത് യുണൈറ്റ് ചെയ്യിപ്പിച്ച് എംബ്രിയോ ലാബിലാണ് ഫോം ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ ആ എംബ്രിയോനെ തിരിച്ച് നിങ്ങളുടെ യൂട്രസിൽ നിക്ഷേപിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എംബ്രിയോ ട്രാൻസ്ഫർ നടത്തുമ്പോൾ സാധാരണ നോർമലി കോർപ്പസ് ലൂട്ടിയൽ സിസ്റ്റിൽ നിന്നും പ്രൊജസ്ട്രോൺ റിലീസ് ആകുന്നത് പോലെ പ്രൊജസ്ട്രോൺ റിലീസ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബോഡിയിൽ കോർപ്പസ് ലൂട്ടിയൽ സിസ്റ്റ് ആബ്സെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പ്രൊജസ്ട്രോൺ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം നമുക്ക് വെളിയിൽ നിന്ന് കൊടുക്കേണ്ടി വരും. എംബ്രിയോ ഇംപ്ലാന്റേഷന് വേണ്ടിയിട്ട് പ്രൊജസ്ട്രോൺ 40 mg/ml കൂടുതൽ ആകണം എന്നുള്ളത് കമ്പൽസറിയാണ്. അതുകൊണ്ടാണ് പ്രൊജസ്ട്രോൺ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം വെളിയിൽ നിന്ന് കൊടുക്കുന്നത്. അപ്പോൾ എംബ്രിയോ ഇംപ്ലാന്റേഷന് നമ്മൾ ആ കൊടുക്കുന്ന പ്രൊജസ്ട്രോൺ ഹെൽപ്പ് ചെയ്യും. എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം പ്രൊജസ്ട്രോൺ എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും എന്ന് ഇനിയും നമുക്ക് നോക്കാം. പ്രൊജസ്ട്രോൺ നമുക്ക് ഓറലി കൊടുക്കാം, വജൈനലി ഇൻട്രൊഡ്യൂസ് ചെയ്യാം, പിന്നെ ഇഞ്ചെക്ഷൻസ് ആയിട്ടും കൊടുക്കാം. ഓറലിയുള്ള പ്രൊജസ്ട്രോൺ, ഡുഫാസ്റ്റോൺ, സസ്റ്റെയിൻ SR ഈ ടാബ്ലറ്റ്സ് ഒക്കെ നമ്മൾ ഓറലി ഇംപ്ലാന്റേഷന് ഹെൽപ്പ് ചെയ്യാൻ കൊടുക്കും. രണ്ടാമത്തത് വജൈനൽ. വജൈനയിലും 2 തരത്തിലുണ്ട്. ഒന്ന് ക്യാപ്സ്യൂൾഡ്, രണ്ടാമത്തത് ജെല്ല്. ക്യാപ്സ്യൂള് വജൈനയുടെ അകത്ത് ഡീപ്പായിട്ട് വെക്കും. അടുത്തത് ജെൽ. അതും മോർണിംഗ് ഈവനിങ് നമ്മൾ വെക്കണം. അത് ഡയറക്റ്റ് യൂട്രസിലോട്ട് തന്നെയാണ് പോകുന്നത്. ഇതെല്ലാം ഇംപ്ലാന്റേഷന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ജെല്ലും വജൈനൽ ടാബ്ലറ്റ്സും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പ്രൊജസ്ട്രോൺ ടെസ്റ്റ് ചെയ്യിപ്പിക്കുവാണെങ്കിൽ ഇൻജെക്റ്റബിൾ ആയിട്ടുള്ള പ്രൊജസ്ട്രോൺ കൊടുക്കുന്നതിനെക്കാട്ടിലും വാല്യൂ കുറച്ച് കുറവായിരിക്കും. ഇത് കേട്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അബോർഷൻ ആകാൻ സാധ്യതയുള്ള അത്രയും ലോ ഒന്നുമല്ല കേട്ടോ. മൂന്നാമത്തത് ഇൻജെക്റ്റബിൾ പ്രൊജസ്ട്രോൺ. ഇൻജെക്റ്റബിൾ പ്രൊജസ്ട്രോൺ 2 തരത്തിലുണ്ട്. ആദ്യത്തേത് ഓയിലി പ്രിപ്പറേഷൻ, രണ്ടാമത്തേത് അക്വ. ഓയിലി പ്രിപ്പറേഷൻ ഒരുപാട് പെയിൻഫുൾ ആണ്. 100 mg ഇഞ്ചെക്ഷൻ പെർ ഡേ ആണ് എടുക്കേണ്ടത്. പക്ഷേ ഓയിലി പ്രിപ്പറേഷൻ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻജെക്റ്റബിൾ പ്രൊജസ്ട്രോൺ അവരുടെ ഉള്ളിലേക്ക് പോയെന്ന് നമുക്ക് 100% മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഓറൽ പ്രൊജസ്ട്രോൺ ചിലപ്പോൾ ലിവറിലേക്ക് പോയി ഓക്സിഡേഷൻ ആകാൻ സാധ്യതയുണ്ട്. വജൈനൽ ആണെങ്കിലും നിങ്ങൾക്ക് ഡിസ്ചാർജ് ആയി പോകാൻ സാധ്യതയുണ്ട്. വജൈനൽ പ്രൊജസ്ട്രോൺ നിങ്ങൾ ശരിയായിട്ടാണ് വെച്ച് അതും കൺഫേം ആയിട്ട് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇൻജെക്റ്റബിൾ പ്രൊജസ്ട്രോൺ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പോയെന്ന് 100% നമുക്ക് കൺഫേം പറയാൻ പറ്റും. ഇതല്ലാതെ അക്വ ഇഞ്ചെക്ഷൻ ഓയിലി പ്രിപ്പറേഷനെ അപേക്ഷിച്ച് പെയിൻ കുറവാണ്. ഇപ്പോൾ സാധാരണയായി ഓയിലി പ്രിപ്പറേഷനിൽ നിന്നും
അക്വാ ഇഞ്ചക്ഷനിലേക്ക് എല്ലാവരും തന്നെ പേഷ്യൻസിന്റെ കംഫർട്ട് അനുസരിച്ച് ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. പ്രൊജസ്ട്രോൺ HCG ഇഞ്ചക്ഷൻസിൽ കൂടെയും ഇപ്പോൾ കൊടുക്കാറുണ്ട്. പക്ഷേ ഇത് നോർമലി പ്രിഫർ ചെയ്യുന്നത് കുറവാണ്. കാരണം എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം HCG ഇനീഷ്യലി മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നീട് നമ്മൾ ഇത് കൊടുത്താൽ ബീറ്റ HCG ചെയ്യുമ്പോൾ ഫാൾസ് റിസൾട്ട് തരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ആദ്യത്തെ 8-9 ദിവസം മാത്രമേ HCG ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം HCG ഇഞ്ചക്ഷൻസ് കൊടുക്കുന്നത് ഫാൾസ് പോസിറ്റീവ് റിസൾട്ട് തരും, അല്ലെങ്കിൽ ബയോകെമിക്കൽ പ്രഗ്നൻസിയും ഷോ ചെയ്യാൻ സാധ്യതയുണ്ട്. അക്യുറേറ്റ് ആയിട്ടുള്ള ബീറ്റ HCG റിസൾട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇതല്ലാതെ ഹൈഡ്രോക്സി പ്രൊജസ്ട്രോൺ ഇഞ്ചക്ഷൻസും ഇപ്പോൾ അവൈലബിൾ ആണ്. അതും പ്രൊജസ്ട്രോൺസിന്റെ തരത്തിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം പ്രൊജസ്ട്രോൺ 3 തരത്തിൽ കൊടുക്കാറുണ്ട്: ഓറലി, വജൈനലി, ഇഞ്ചക്റ്റബിളി. അപ്പോൾ നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് ഏത് തരത്തിലാണ് സൂട്ട് ചെയ്യുന്നത് ആ തരത്തിലായിരിക്കും പ്രൊജസ്ട്രോൺ തരുന്നത്. ഇൻഫെർട്ടിലിറ്റിയുടെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളോട് എല്ലാവരോടും കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മറ്റുള്ളവർ തരുന്ന പ്രഷർ തലയിലേക്ക് കയറ്റി വെച്ച് ഈ ഒരു ടൈം ടെൻഷൻ ആവാതിരിക്കുക. നിങ്ങൾ ഈ ഒരു സമയം കഴിവതും റിലാക്സ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. നല്ല ആരോഗ്യമുള്ള ഹെൽത്തിയായ പൊന്നോമന നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ ഇൻഫെർട്ടിലിറ്റിയുടെ പ്രശ്നങ്ങൾ നിങ്ങളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഒരു ഫേസിൽ നിന്ന് മോചനം ലഭിക്കും. ഇന്നത്തെ ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ടോപ്പിക് റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജിലൂടെയോ മെയിലിലൂടെയോ ഇൻസ്റ്റഗ്രാമിലൂടെയോ നിങ്ങൾക്ക് ചോദിക്കാം. ഇത് 3ൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് വീഡിയോ ആയിട്ട് തന്നെ ചെയ്ത് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതും നിങ്ങൾ ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും ആ ടോപ്പിക്ക് ഉടൻ തന്നെ വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങളെല്ലാവരും കമൻറ്റിലൂടെ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒത്തിരി സ്നേഹത്തോടെ തിരിച്ചും നന്ദി പറയുന്നു. മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജെനി എന്ന ഈ കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി മറ്റുള്ളവർക്കൊരു പ്രചോദനം ആകാനും നിങ്ങളുടെ വിഷമങ്ങൾ മറക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജെനി എന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റെഗുലർ അപ്ഡേറ്റ്സ് വേണ്ടിയിട്ട് ബെലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാൻ നിങ്ങൾ ആരും മറക്കരുത്. എന്നാൽ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ജെനീസ് ഹെവൻ എന്ന FB പേജും മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജെനി എന്ന് പറഞ്ഞ ഇൻസ്റ്റാ പേജും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ഒത്തിരി സ്നേഹവും സന്തോഷവും സമാധാനവും ആശംസിക്കുന്നു. ഇറ്റ്സ് മീ ജെനി സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ് യു ഡിയേഴ്സ്. ഗുഡ് ബൈ.